നമസ്കാരം. നമസ്തേ. നമ്മളെന്തായാലും തിരുവോണത്തിന് പ്രേക്ഷകരെ കാണാൻ വേണ്ടി വന്നതിൽ വലിയ സന്തോഷം. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാനും ഓണാശംസകൾ പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ABC-യുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ. അപ്പോൾ ഈ ഓണത്തിൻ്റെ തിരക്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഇവിടെ വന്നാലേ എനിക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും കാണാൻ പറ്റുള്ളൂ. ABC-യിൽ കൂടെ എന്നെ ABC കുടുംബം അല്ലേ? ABC കുടുംബത്തിനെ കാണാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എത്രയധികം ആളുകളാണ് വിളിക്കുന്നതെന്ന് അറിയാമോ? ലോകത്തിന്റെ പല ഭാഗത്തും. അന്റാർട്ടിക്കയിൽ നിന്ന് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും ABC-യിൽ വരാൻ തുടങ്ങിയതിന് ശേഷം എന്നെ ആളുകൾ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം പ്രേക്ഷകരുണ്ട് എന്ന് പറയുമ്പോൾ അതെ. അപ്പോൾ തമാശ പറഞ്ഞാട്ടോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ സന്തോഷമായിരുന്നു ഇന്ന് ABC-യിൽ വന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം, സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കും. പ്രേക്ഷകർക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രേക്ഷകരുടെ പേരിൽ ഞാനും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. എറണാകുളം നഗര ഹൃദയത്തിലെ കൗൺസിലറാണ് പത്മജ എസ് മേനോൻ എന്ന മഹതി. അപ്പോൾ ഈ ഡിവിഷനിൽ ഇങ്ങനത്തെ പരമ്പള്ളി നഗർ, എറണാകുളത്തെ നമ്മുടെ മെയിൻ ഡിഷ് അത് കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസ്, മഹാരാജാസ്, ശിവന്റെ അമ്പലം, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ബോട്ട് ജെട്ടി. സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ മുതലാളിയാണ് ഇരിക്കുന്നത്. മഹാരാജ് കോളേജിന്റെ, എറണാകുളത്തെ കോളേജ്, ലോ കോളേജ്, സ്കൂൾ, SRV സ്കൂൾ. അപ്പൊ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ? അപ്പൊ അവിടെ DCP-യുടെ വരെ ഉണ്ട് ഓഫീസ്. അപ്പോൾ അവിടെ നിന്ന് BJP-യുടെ ഒരു കൗൺസിലറായിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. കൊച്ചു കാര്യം. 45 കൊല്ലമായിട്ട് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സീറ്റാണ്. എനിക്ക് മുന്നിലുള്ള മിനിമേനൻ എന്നുള്ള കൗൺസിലറാണ് ജയിച്ചത്. ആ കുട്ടി ക്യാൻസറായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയപ്പോൾ വന്നൊരു ബൈ ഇലക്ഷനിൽ ആണ് ഞാൻ ജയിച്ചത്. ഏതായാലും അതൊരു ചരിത്ര വിജയമാണ്. അപ്പോൾ എറണാകുളത്തിന്റെ നഗരഹൃദയം BJP-ക്ക് സമ്മാനിച്ച മഹതിയാണ് അങ്ങ്. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം. എറണാകുളം കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മെട്രോ സിറ്റിയാണ്. അവിടെ ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്നപ്പുറത്ത് ഇനിയിപ്പോൾ നമ്മളൊരു 10 മാസത്തോളം സഞ്ചരിച്ചാൽ തിരഞ്ഞെടുപ്പായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കാനും എറണാകുളത്തിൻ്റെ MLA ആയിട്ട് വന്ന് നമ്മുടെ ഈ ഫ്ലോറിൽ ഇങ്ങനെ ഇരിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കാരണം എന്റെ നാവ് പൊന്നാണ്. ഭഗവാനാണ് ഈ ഷോളിലുള്ളത്, മുരളി ഊതുന്ന ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ അത്തരം ഒരു ആശംസ പ്രേക്ഷകരുടെ പേരിൽ ഞാനും അങ്ങോട്ട് കൈമാറുന്നു. സന്തോഷം, സൗഖ്യം, സമൃദ്ധി, സ്ഥാനങ്ങൾ ഉണ്ടാവട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ അതിന് മുമ്പ് അങ്ങോട്ടേക്ക്. നമ്മൾ ജനങ്ങളെ സേവിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ മോഡിജിയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോഡിജി പ്രചാരകനായിട്ട് തുടങ്ങി. എവിടെയോ അമ്മയും കൊണ്ട് വാരണാസിയിൽ, കാശിയിൽ പോയപ്പോൾ മോഡിജി അദ്ദേഹം ഒന്നുമല്ല, അന്ന് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നുമല്ല, ഒരു പ്രചാരകൻ മാത്രം. പലരും അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. അപ്പോൾ മോഡിജിയുടെ അമ്മ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് സന്തോഷമായി, മോൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് മോനെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. അമ്മയ്ക്ക് സന്തോഷമായി മോനിങ്ങനെ പ്രചാരകനായി പോയി, ജനങ്ങൾ തിരിച്ചറിയുന്നത് നിന്റെ നല്ല പ്രവൃത്തി കൊണ്ടാണെന്ന്. അപ്പം ഞാൻ പറയാൻ, ഞാനായിട്ടൊരു കമ്പാരിസൺ ഇല്ല. എൻ്റെ ഡിവിഷനിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് ഇനി പത്മജ MLA ആയിട്ട് കണ്ടാൽ മതി. ഒരു കൗൺസിലറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങയുടെ ഡിവിഷന്റെ തൊട്ടടുത്ത ഡിവിഷനിലാണ് താമസിക്കുന്നത്, ഗാന്ധിനഗറിലാണ്. അപ്പോൾ എനിക്കറിയാം അപ്പുറത്തെ കൗൺസിലറെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ജനകീയമായ ഒരു കൗൺസിലറാണ്. അതുപോലെ ജനങ്ങളെ സേവിക്കും. മാത്രമല്ല, ആരാണ് അങ്ങയുടെ പിതാവ്? കേരളത്തിലെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ അല്ലേ ഒരു ഇതിഹാസ പുരുഷനായ SCS മേനോൻ്റെ മകൻ അല്ലേ? ഞാൻ അച്ഛൻ്റെ 90ാമത്തെ പിറന്നാൾ അന്ന് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി, അച്യുതാനന്ദൻ സഖാവാണ് ഓപ്പോസിഷൻ ലീഡർ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് അച്ഛനെ നടുക്കിരുത്തി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാണ് ആ മീറ്റിങ്ങിലിരുന്നത്. അച്ഛൻ്റെ സുഹൃത്തുക്കൾ കൂടെ ചേർന്ന് ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴും പറയും, പലപ്പോഴും സീറ്റുകൾ പല പാർട്ടിക്കാരും ഓഫർ ചെയ്യും, ഞാൻ എടുക്കാറില്ല, ഞാൻ ഒരു മാധ്യമ രംഗത്ത് തന്നെ ഉറച്ചു നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്രപ്രവർത്തകയായിട്ട്. അപ്പോൾ അച്ഛൻ പറയും, മോളെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവണം. ഞാൻ പറയും, അച്ഛാ എനിക്ക് മൈക്കില്ലെങ്കിലും നല്ല ശബ്ദം ഉള്ളത് കൊണ്ടാണോ? ഞാൻ അച്ഛനെ കൊണ്ട് കള്ളത്തരം പറ്റില്ല, കൈക്കൂലി പറ്റില്ല, അത് പറ്റില്ല, ഇത് പറ്റില്ല. എക്സാക്ട്ലി മോൾ എൻ്റെ മോളാണ്, പക്ഷെ മോൾക്ക് ശബ്ദമില്ലാത്തവരെ ശബ്ദമാവാൻ പറ്റുന്നത്. ഞാൻ കൗൺസിലറായതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ ആണ് അച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുളുകൾ എന്ന് മനസ്സിലാക്കുന്നത്. പണ്ട് പോകുമ്പോൾ കാറിൽ നമ്മളിങ്ങനെ ഇത് കയറ്റി വെച്ചു നേരെ നോക്കി, കുതിരക്കലാടും വെച്ചാൽ നേരെ നോക്കി നമ്മൾ കാർ ഓടിക്കും, ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇപ്പോഴേ നോക്കുമ്പോഴാണ് ഈ നമ്മളുടെ കൊച്ചിയുടെ ഒരു ദുരവസ്ഥ, നാറ്റം,
മണം, ഒഴുകാത്ത വെള്ളങ്ങൾ, അല്ലെങ്കിൽ എൻക്രോച്ച്മെന്റ്സ്, എല്ലാ തരത്തിലും തൂങ്ങിക്കിടക്കുന്ന കേബിളുകൾ, ആർക്കും കയറൊന്നും അന്വേഷിച്ച് പോകണ്ട കേട്ടോ, ഏതെങ്കിലും ഒരു കേബിളിൽ. പക്ഷെ ഇന്ന് നമ്മൾ പറയേണ്ട വിഷയമല്ല കേട്ടോ ഇത്, ഇന്ന് പറയേണ്ട വിഷയമല്ല. ഇന്ന് ചോദിച്ചു വന്ന അച്ഛന്റെ കാര്യം നമുക്കൊന്ന് തിരിച്ചു പോയാല് ഈ ശരിക്കും പറവൂരാണോ? അതെ, സതീശന്റെ മണ്ഡലം. സതീശൻ എവിടെന്നോ അങ്ങോട്ടേക്ക് കയറി വന്നതാണ്. സതീശൻ പറവൂർക്കാരല്ല. അല്ലല്ലല്ല, അദ്ദേഹം ഉദയംപേരൂരിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ തറവാട്. ഞങ്ങളുടെ തറവാടിന് നേരെ ഓപ്പോസിറ്റ് ആണ് സതീശൻജിയുടെ ആദ്യത്തെ ഓഫീസ് അദ്ദേഹം തുടങ്ങിയത്. ആദ്യം വന്ന് നിന്നു. അത് ശരിക്കും പറവൂര് CPIയുടെ ഒരു കോട്ടയായിരുന്നു. അതെ. അതിന് സതീശൻ തോറ്റു. പിന്നെ അവിടെ തന്നെ താമസിച്ച് പ്രവർത്തിച്ച് അദ്ദേഹം ജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വീടെടുത്ത് താമസിച്ചു. ഓഫീസ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ തറവാടിന്റെ. എന്റെ അച്ഛനോട് മത്സരിച്ചിട്ടുണ്ട് കേട്ടോ പറവൂര് എന്നാണ്. അപ്പൊ അങ്ങനെയാണ് വന്നത്. കുടുംബമാണ്. മാത്രല്ല എന്റെ അമ്മ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ആദ്യത്തെ ഗൈനക്കോളജിസ്റ്റ്. അവിടെയുള്ള ഒരു ഇത് എല്ലാ കുട്ടികളും അമ്മയുടെ കൈ കൂടെയാ വന്നിരിക്കുന്നത്. സുനിൽജി, പ്രളയത്തിന്റെ സമയത്ത് ഞാൻ പറവൂര് കുടുങ്ങിപ്പോയി. ഞാൻ പോയ വലിയ ട്രക്കർ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി കേട്ടോ. അതിങ്ങനെ ഞാൻ ചെയ്തിപ്പോൾ ജലസമാധി ആവുന്ന തോന്നുന്നു. വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറി വരികയാണ്. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ മുകളിൽ കയറുന്നു, ഞാനും ഡ്രൈവറും. അങ്ങനെ പിന്നെ തോണിയിൽ വന്ന് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി. പിറ്റേ ദിവസം ഒരു മാന്യദേഹം, അദ്ദേഹം വലിയ ഗ്യാസ് വരുന്ന സിലിണ്ടർ വരുന്ന ലോറി ഉണ്ടല്ലോ, വലിയ പൊക്കവും ഇതൊക്കെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ലോറി എറണാകുളത്തേക്ക് വരുന്നു. ഞാനിവിടെ കുടുങ്ങിക്കിടക്കണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അതിൽ കയറ്റി വിടാൻ വെച്ചു. ഒരു ഗോവണി വെച്ചിട്ട് വേണം അതിലേക്ക് കയറാൻ തന്നെ, അത്രയും പൊക്കമുള്ള വണ്ടി. അപ്പോൾ ഒരു വെള്ളത്തിൽ നമ്മൾ കുടുങ്ങൂല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത്, എന്താ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടോ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ മകളാണോ ഞങ്ങൾ കൊണ്ടാക്കാൻ പോണേ. എടാ, നിന്നെ ഭൂലോകത്തേക്ക് കൊണ്ടുവന്നത് ഡോക്ടറുടെ കൈ കൂടിയാ, എനിക്ക് ആ മോളെ കാണണം. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അമ്മയെ കണ്ട്, ഡോക്ടറിന്റെ അമ്മയ്ക്ക് സുഖമല്ലേ, എന്റെ ഭയങ്കര കോംപ്ലിക്കേഷൻ, എന്റെ 3 മക്കളെയും ഡോക്ടറുടെ കൈ കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ പറവൂരെന്ന് പറഞ്ഞാൽ ഡോക്ടർ വിജയലക്ഷ്മി. അവിടെ നിറയെ വിജയമാരുണ്ട്, വിജിമാരുണ്ട്, ലക്ഷ്മിമാരുണ്ട്. വിജയലക്ഷ്മിമാരുണ്ട്. ആൺകുട്ടിയെ എന്ത് ചെയ്യും? അപ്പൊ വിജയുണ്ട്, വിജയനുണ്ട്. ഏതായാലും ഇത് കേൾക്കുന്ന ഈ നമ്മുടെ പറവൂര് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ചെറിയ ഉൾക്കിടിലുണ്ടാവും. എങ്ങാനും പത്മജായ മേനോൻ പറവൂരകാരം മത്സരിച്ചാൽ അതൊരു തീപാറുന്ന മത്സരമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കളമശ്ശേരിയോ? അച്ഛൻ്റെ തറവാട് കളമശ്ശേരിയില്ല. അച്ഛൻ്റെ പേരിൽ തന്നെ അവിടെ ഒരു സ്മാരകം നാട്ടുകാർ പണിതൊരു വലിയ ഓഡിറ്റോറിയം ഉണ്ട്. അവിടുത്തെ ഏത് കുഞ്ഞിനെ അച്ഛനെ അറിയാത്തത്? കളമശ്ശേരിയില്. അപ്പൊ കളമശ്ശേരിക്കാരും വ്യത്യസ്തമല്ല. എറണാകുളം, കളമശ്ശേരി, പറവൂർ 3 മണ്ഡലത്തിലും മത്സരിക്കാം. അതെ. അപ്പൊ ഞാൻ രാഷ്ട്രീയം പോട്ടെ. ഓണമാണ് നമ്മുടെ ഈ ഓണത്തിന് എന്താ വിശേഷം ഇന്ന്? സുനിൽജി, 2 കൊല്ലമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും, അമ്മയാണ് ഇപ്പോൾ ആ തലമുറയിലെ ഏറ്റവും തലമുതിർന്ന വ്യക്തി. പ്രായം പറഞ്ഞില്ല, അമ്മയ്ക്ക് ഭയങ്കര കോംപ്ലക്സ് ആവും. അമ്മ കുഞ്ഞാണ്, അമ്മയ്ക്ക് ഒരു 60 വയസ്സ് നമുക്ക് കൂട്ടാം. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വരും. പാട്ട് പാടുന്ന സുജാതയില്ലേ, എൻ്റെ മരുമകളാണ്. രാധിക മരിച്ചു, എൻ്റെ മരുമകളാണ്. ശ്വേത, അങ്ങനെ ആ കുടുംബം എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ്. നമ്മൾ നേരത്തെ തന്നെ ക്ലബ് ഹൗസ് ബുക്ക് ചെയ്ത് വെക്കും. എല്ലാവരും കൂടെ ചേർന്ന് സദ്യ, പിന്നെ വിശേഷങ്ങൾ പറച്ചിൽ, കുട്ടികളുടെ കളികൾ. പണ്ടത്തെ കാലത്ത് നമ്മൾ തറവാട്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഇപ്പോൾ ആരും നിലത്തിരുന്ന് കഴിക്കുന്നില്ല. ഞങ്ങൾ ടേബിളിലാണ്, പക്ഷെ വിളമ്പുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്. പഴയ പോലെ തന്നെ വിളമ്പി. പണ്ട് നമ്മുടെ എറണാകുളത്തല്ല, പറവൂരല്ലേ കുട്ടിക്കാലമൊക്കെ ഉണ്ടായിരുന്നു? കുട്ടിക്കാലം കുറച്ച് നാള്. കാരണം ഞങ്ങൾ എറണാകുളംകാരാണ്. ശ്രീകണ്ഠത്ത് റോഡെന്ന് പറഞ്ഞാൽ MG റോഡിന് പോകുന്ന റോഡ് അച്ഛന്റെ തറവാടാണ്. ഈ MG റോഡ് ഉണ്ടാക്കാൻ കുറെ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഞങ്ങളാണ്. ഇപ്പൊ എറണാകുളം ഇപ്പൊ വലിയ മെട്രോ നഗരമായി. മെട്രോയും തിരക്കും ബഹളവും ഒക്കെ. പണ്ട് ഒരു 10, 25, 30 വർഷം മുമ്പ്, അല്ലെങ്കിൽ അങ്ങയുടെ കുട്ടിക്കാലത്ത് എറണാകുളം എങ്ങനെയായിരുന്നു? ഓണം എങ്ങനെയായിരുന്നു? എന്ത് സ്വീറ്റ്, ഒന്നുമില്ല. 70 ഫീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പുരോഗമനപരമായി ആലോചിച്ചുണ്ടാക്കിയ വഴിയാണ്. അതിപ്പോ കുഞ്ഞായില്ലേ, കയ്യേറി 70 അടി വീതി ഉണ്ടായിരുന്ന MG റോഡ് 30 അടി ഇല്ലാണ്ടായി. അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, സഹോദരൻ അയ്യപ്പൻ 70 അടിയുള്ള റോഡ് ഉണ്ടാക്കുമ്പോ സഹോദരൻ അയ്യപ്പന് നേരെ ആള് ബഹളം വെച്ചു, എന്തിന് 70 അടിയുള്ള റോഡ്? അന്നത്തെ ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് കൊച്ചു കൊച്ചു കുടുംബങ്ങളെ നമ്മൾ ആഘോഷിച്ചിരുന്നത്. ഇന്ന് പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഓണസദ്യയാണ്, എല്ലായിടത്തും ഓണപ്പൂക്കളാണ്, വരവ് പൂക്കളാണ്. പണ്ട് അങ്ങനെയല്ല. ആദ്യത്തെ ദിവസം ഞങ്ങൾ
തുമ്പപ്പൂ വെച്ചൊരു ചെറിയ ഇത്, പിന്നെ ഓരോന്ന് ഇതായിട്ട് ഒരു ദിവസം നമ്മൾ മൂല തിരിച്ച് ഇടും. അങ്ങനത്തേക്ക് അമ്മൂമ്മയ്ക്ക് അതൊക്കെ വളരെ ചിട്ടകളായും ചില പൂക്കൾ ഉപയോഗിക്കും, ചില പൂക്കൾ ഉപയോഗിക്കില്ല. അങ്ങനെ വളരെ ചിട്ടയിൽ നമ്മൾ ആക്കും. പിന്നെ അച്ഛൻ ഇത്രയും തിരക്കിനിടയിലും നമ്മളോടൊപ്പം പൂവിടാനായിട്ടിരിക്കും. പിന്നെ നമ്മൾ തൃക്കാക്കര അപ്പനെയൊക്കെ തലേ ദിവസം തന്നെ വച്ച്, പിന്നെ കൊച്ച് കാല് വെച്ചിങ്ങനെ അരിയിൽ മുക്കി ഇങ്ങനെ ഒത്തിരി തൃക്കാക്കരപ്പം നടന്നു വരുന്ന പോലെ അതൊക്കെ വെച്ച് കുരുത്തോല കൊണ്ട് മുഴുവൻ ആഘോഷം ഉണ്ടാക്കി രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച്, ഇതൊക്കെ അച്ഛൻ്റെ ജോലിയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വിളിച്ച് ഞങ്ങളിങ്ങനെ കുരുത്തോലയും തുളസിപ്പൂവും ഒക്കെ വിതറി വന്ന് അപ്പം അടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് ഓണക്കോടി അതിട്ടിട്ട് അച്ഛൻ്റെ തറവാട്ടിലേക്ക് ഞങ്ങൾ പോകും. അവിടെ ഇരുന്ന് അച്ഛൻ്റെ മൂത്ത സഹോദരി ഉണ്ട്, തങ്കവല്ലി, പറവൂട്ടിക്ക് നാരായണപിള്ള നമ്മളുടെ കൊച്ചി മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തങ്കവല്ലിമ്മയുടെ വീട്ടിലാണ് മൂത്ത സംഘം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ഇതുപോലെ താമസിക്കുന്നേ, അടുത്തടുത്ത് മതിലുകളൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും വീടുകളായിട്ട് അവിടെ പോയിരുന്ന് ഊണ് കഴിക്കും. ഞങ്ങൾ കുട്ടികളെങ്ങനെയാണെന്ന് അറിയാമോ, എല്ലാവരും കൂടെ നിലത്തായിരിക്കും, കുറച്ച് പേര് കസേര, കുറച്ച് പേര് നിലത്ത്. അപ്പോൾ ഇങ്ങനെ നോക്കും, ഒരാൾ കയറി വരുമ്പോൾ ആരാണ് ഇനി ഇളയത്, അയാൾ എഴുന്നേറ്റ് കൊടുക്കും. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ഇതുമില്ല. പണ്ട് ഇപ്പോഴാണെങ്കിൽ കുട്ടികൾ ആരും വന്നു പോയത് ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു ചിന്തയില്ല, ഒന്നുമില്ല. അന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ് ഓണാഘോഷത്തിന് വേണ്ടി. ഇപ്പൊ ഓണത്തിന് മുമ്പ് ഒരു പിള്ളേരോണം ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ ഒരു സംഭവം ഇല്ലേ പിള്ളേരോണം? ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഓണത്തിന് മുമ്പ് ഒരു പിള്ളേരോണം. അതെന്തായിരുന്നു? അത് അന്നത്തെ ദിവസം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓണമാണ്. ഓണത്തിന് ഒരു മാസം മുമ്പ് മറ്റായിരുന്നു പിള്ളേരോണം. എനിക്ക് തോന്നുന്നു ഈ പ്രാദേശിക വ്യത്യാസം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഉണ്ട് പിള്ളേരോണം എന്നും പറഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പഴയ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അമ്മയാണ് മുതിർന്ന ആൾ, അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ ഒത്തുകൂടുന്നു. അതിനു മുമ്പ് ഇപ്പം മാവേലിക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്. ചിങ്ങം കഴിഞ്ഞ് കന്നിയായാലും ഓണാഘോഷം തീരുന്നില്ല. മാവേലി പാവം കൊടയും പിടിച്ചവിടെ ഇങ്ങനെ നിൽക്കുക. എല്ലാ ക്ലബ്ബുകളിലും അതിലും എല്ലാ തിരക്ക് കഴിയട്ടെ എന്ന് ചോദിച്ച് മാവേലി അതാത്തേക്ക് പോകാനായിട്ട് സമയമില്ല. ഇപ്പൊ കാണുന്നുണ്ട് ഒരു സുനിൽ തമാശയാണെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മഹാബലിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങനെ ബഹളം കൂട്ടുന്നുണ്ടായിരിക്കും. ഇപ്പൊ കാണുന്നൊക്കെ നല്ല സുന്ദരന്മാരും കൊടവയറില്ലാത്ത പണ്ടൊക്കെ ആണെങ്കിൽ കോമിക് കഥാപാത്രം പോലെയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ റോഡിൽ കൂടെ ഇങ്ങോട്ടേക്ക് വരുമ്പോ കണ്ട് നല്ല ഐശ്വര്യമുള്ള ഒരു മാവില്, നല്ല പൊക്കത്തിൽ, നല്ല കൊടവയറൊന്നും ഇല്ലാണ്ട് മെതിയടിയൊക്കെ പോലെ ഇട്ടിട്ട് കൊടയൊക്കെ പിടിച്ച് നടന്നു പോകുന്നു. കുറച്ച് കുട്ടികള് ഇതൊക്കെ ആയിട്ട് കുഴലൂത്തും കാര്യങ്ങളായിട്ടൊക്കെ. ഈ ഓണം ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു നഷ്ടപ്പെട്ടു പോയ കാലത്തിന്റെ ഒരു ഓർമ്മ തിരിച്ചു പിടിക്കലും കൂടിയാണ് അല്ലേ? അപ്പോൾ കേരളത്തിൽ മലയാളിക്ക് ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുകയും നല്ല ജീവിതം അല്ലേ, മാതൃകാപരമായൊരു ജീവിതം മലയാളി നയിച്ചിരുന്നു എന്ന് പറയുന്നിടത്താണ് ഓണത്തിന്റെ പ്രസക്തി. പക്ഷെ ഇന്ന് നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഓണത്തിന്റെ പാട്ട് തന്നെ പറയാം, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അത് തന്നെയാണല്ലോ നമ്മുടെ ശ്രീനാരായണ ഗുരുവും പറയുന്നത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇത് പൂക്കളുടെ ഒരു വിപണിയായിട്ട് മാറിയിരിക്കുക. പൂക്കൾ അരിയുക, പച്ച അരിയുക, വെള്ളപ്പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക. അങ്ങനെ ഒരു പൂക്കളത്തിനെ കുറിച്ചൊന്നും നമുക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. ആ പൂക്കളങ്ങൾക്ക് പണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചെത്തിയും ചെമ്പരത്തിയും ചെമ്മന്തിയൊക്കെ വെച്ചുള്ള ഒരു തുമ്പപ്പൂ കാണാൻ കിട്ടുമോ? എന്റെ വീട്ടിലെ മച്ച പിടിപ്പിച്ചിട്ടുണ്ട്, ചട്ടിയിൽ തുമ്പപ്പൂ മച്ച പിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തുമ്പപ്പൂ എങ്കിലും വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ചാണകം മെഴുകിയ തറയിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ നമ്മുടെ മൊസൈക്കില് ചാണകം മെഴുകാൻ സമ്മതിക്കുമോ? അതുപോലെ ഒരു വീടിനും മിറ്റമില്ലല്ലോ, എല്ലാം ഇന്റർലോക്കിംഗ് ഇത് വെച്ചിരിക്കുകയല്ലേ, ഒരു തുള്ളി വെള്ളം താഴേക്ക് പോവില്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരു അറപ്പില്ല. ചാണകമൊക്കെ ഇട്ട് നടുക്കൊരു ചാണകത്തിന്റെ ഇത് ഓണത്തപ്പനെ പോലെ അത് വെച്ചിട്ടാണ്, അതിന്റെ മുകളിൽ ഒരു പൂ വെച്ചിട്ടാണ് നമ്മള് പൂക്കളും ഇടാൻ തുടങ്ങുന്നത്. ഇപ്പോ എനിക്കിപ്പോഴും ഓർമ്മ, എൻ്റെ മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ പൂക്കൾ അന്വേഷിച്ച് പോകും. പല വീട്ടിലും കൊച്ചു വീട്ടിലൊന്നുമില്ല, അവരിങ്ങനെ കാത്തു നിൽക്കും. പത്മജ മക്കളും എവിടെ, പൂക്കളും കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ ഒരു കുറച്ച് പ്രായമായ ഒരു സമൂഹം മറ്റേ വൃദ്ധസദനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ലിവിങ്ങിലേക്കോ മാറി. അപ്പം അതുകൊണ്ട് അതുമില്ല. അതൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊരു 5 കൊല്ലം മുമ്പ് വരെ ഇതൊരു നല്ലൊരു ആഘോഷം. ഏതായാലും ഇത് കേൾക്കുന്നവർക്ക്, നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് എറണാകുളത്തുള്ള ആളുകൾക്ക്, എറണാകുളത്തും ഇങ്ങനെയൊക്കെ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കൗതുകമാണ്. ഏതായാലും ഇന്ന് നമ്മുടെ ABC-യുടെ ഫ്ലോറിൽ വന്ന് തിരുവോണ ദിവസത്തിലെ തിരക്കിനിടയിലും വന്നതിന് വലിയ നന്ദി, നമസ്കാരം. അപ്പോൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളെല്ലാവരെയും കാണാനും ABC-യിൽ കൂടെ എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ നേരുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.